എ വിജയരാഘവൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇടക്കാലത്ത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു വിജയരാഘവൻ. അദ്ദേഹം PV അൻവർ MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾ CPIMനെ ദുർബലപ്പെടുത്തി. ശത്രുക്കളുടെ കയ്യിൽ ആയുധം കൊടുക്കുന്നത് പോലെയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് തുടരാൻ പാടില്ല എന്നാണ് എ വിജയരാഘവൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആ സ്ഥാപിത താല്പര്യങ്ങൾക്ക് സഹായകരമായ നിലപാട് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ MLA PV അൻവർ സ്വീകരിച്ച നിലപാട് ഈ സ്ഥാപിത താല്പര്യങ്ങൾക്ക്, ഇടതുപക്ഷത്തിൻ്റെ എതിരാളികൾക്ക് വലിയ തോതിൽ അവരുടെ പ്രചരണം നടത്താൻ സഹായകരമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശത്രുക്കൾക്ക് ആഹ്ലാദിക്കാൻ വഴി നൽകുന്ന ഒരു പ്രവർത്തനമായിട്ട് പ്രയോഗത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അൻവർ നടത്തിയ പ്രസ്താവനകൾ മാറിയിരിക്കുക. CPIMനെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിലെ അത് തീവ്ര ഹിന്ദുത്വ വർഗീയത ഉയർത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രതിലോമ ആശയങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഇടതുപക്ഷ പരിശ്രമത്തെ സാമ്പത്തിക നയങ്ങളിൽ ദുർബല ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ നയം കൂടുതൽ മുന്നോട്ട് പോകുന്നതിനു വേണ്ടി വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാനാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിച്ചു വരുന്നത്. CPIMന്റെ അനുഭാവികളും ബന്ധുക്കളും എന്നുള്ള തലത്തിൽ മാത്രമല്ല, പൊതുവിഷയങ്ങളിൽ യോജിക്കാവുന്ന മറ്റുള്ളവരെയും കൂട്ടിയോജിപ്പിക്കുക എന്ന ഒരു നിലപാടാണ് CPIM-ന്. എല്ലാ കാലത്തും പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ്. പാർട്ടിയുടെ ബഹുജന സംഘടനകൾ, ബഹുജന പ്രസ്ഥാനങ്ങൾ, അതിനു പുറമെ സമൂഹത്തിലെ സമാനമനസ്കരായ മറ്റുള്ളവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പൊതു താല്പര്യത്തിന്, സമൂഹ താല്പര്യത്തിന്, സംസ്ഥാനത്തിൻ്റെ വികസന താല്പര്യത്തിന് ഒന്നിക്കാവുന്നവരെ യോജിപ്പിക്കുക എന്നുള്ളതാണ് CPIM. അതിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തോട് അടുത്തും സഹകരിച്ചും പ്രവർത്തിച്ചു വരുന്നത്. ഗവൺമെൻറ്റിനെ കുറിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണ സമൂഹത്തിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്തു വരേണ്ട ആളുകൾക്ക് സംശയങ്ങളാണ് രൂപപ്പെടുന്നത്. അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ MLA എന്ന നിലയിൽ നിരന്തരം അൻവർ ഇത്തരം പ്രസ്താവന നടത്തുമ്പോൾ അത് പൊതുവായിട്ട് ഇന്ന് രൂപം കൊണ്ടുവരുന്ന, ഇടതുപക്ഷം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും പ്രശ്നാധിഷ്ഠിതമായി ഒന്നിച്ചു നിന്ന് സമൂഹ താല്പര്യാർത്ഥം ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന പൊതുനിലപാടിനൊപ്പം അണിനിരക്കുക എന്ന പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തും. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പൊതുമുന്നേറ്റത്തെ ഇത്തരം പ്രസ്താവനകൾ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സ്വതന്ത്രനാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഞങ്ങളാരും പ്രതികരണം നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്ര MLA ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉന്നയിക്കുമ്പോൾ അതിനോട് വിമർശനപരമായ സമീപനമല്ല ഞങ്ങളാരും സ്വീകരിച്ചത്. പക്ഷേ കാര്യങ്ങൾ മുഖ്യമന്ത്രി എല്ലാ നിലയിലും വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും പ്രതികരണോട്ട് വരുമ്പോൾ
അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഇടപെടലാണ്. അത് ആവർത്തിക്കുന്നത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തും. അത്തരം പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും നമുക്ക് അത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ കഴിയും. ഇത് സമൂഹത്തിൽ പൊതുവായി പറയുന്നുണ്ട്. സമൂഹത്തിൽ പൊതുവായി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ നിലപാട് തെറ്റാണ് എന്ന് പറയേണ്ടതുണ്ട്. യാതൊരു സംശയവും അക്കാര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അൻവർ സ്വീകരിച്ച നിലപാട് പൊതുവെ ഗുണം ചെയ്യുന്നതല്ല, അത് ശരിയായില്ല. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതിന് ശേഷം വീണ്ടും പുതിയ നിലപാടുകളുമായിട്ട് വരുന്നത്, ഏത് നിലപാടായിട്ട് വന്നാലും അത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അത് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി വിശദീകരിക്കും, ഗവൺമെൻറ് വിശദീകരിക്കും. അവിടെ അവസാനിക്കേണ്ടതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഗുണം ചെയ്യില്ല, ഗുണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ നിലപാട് നമ്മൾ പാർട്ടി നിലയിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. അൻവറും ഈ പെശകിൽ നിന്ന് മാറ്റത്തിന് വിധേയമായി സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ.